നമുക്കെല്ലാവർക്കും അറിയാം ഇത്തരത്തിലുള്ള സബ്മേഴ്സിബിൾ പമ്പുകൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറും പിന്നെയുള്ളത് ഒരു മാഗ്നറ്റിക് പ്രൊപ്പല്ലറുമാണ്. ഈ കാണുന്ന ഫ്രണ്ട് ഏരിയയിലാണ് മാഗ്നറ്റിക് പ്രൊപ്പല്ലറിൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഉള്ളത്. ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു ഏരിയയിലാണ് ട്രാൻസ്ഫോമർ ഉള്ളത്. ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് ഈ വെളുത്ത നിറത്തിലുള്ള ആ ഒരു ഫില്ലർ കാണുന്നത്. ട്രാൻസ്ഫോമർ അതിനകത്ത് വെച്ച ശേഷം ഈ ഒരു ഫില്ലർ അതിലേക്ക് ഒഴിക്കുകയാണ്. അത് പിന്നീട് കട്ടിയായിട്ട് അത് വാട്ടർ പ്രൂഫ് സീലിംഗ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ അക്വേറിയ കൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന അതേ സിലിക്കോൺ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു അഡീഷണൽ ലെയർ ആയിട്ട് ഇതിൻ്റെ മുകളിൽ കൊടുക്കാം. അതായത് ചെറിയൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം. ആ ഗ്യാപ്പിലൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ വയറിൻ്റെ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്ത്, അതായത് ആ ഒരു ഫില്ലറിലേക്ക് പോകുന്ന ആ ഭാഗത്തൊക്കെ അഡീഷണൽ ആയിട്ട് സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക്കും ആ ഒരു ഫില്ലറും ജോയിൻ്റ് ആകുന്ന ആ ഒരു ഭാഗത്ത് മാത്രമായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും രീതിയിൽ ആ ഒരു വാട്ടർ പ്രൂഫ് സീലിങ്ങിന് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്.